ടിക്കറ്റ് 11:20 വണ്ടി. ശരി. എക്സ്ക്യൂസ് മീ ടീച്ചർ. ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങളോട്, എനിക്കിന്ന് രാത്രി തന്നെ പോകണം. അറിയാം, അറിഞ്ഞുകൊണ്ടാ വന്നത്. 11:20 കണ്ണൂർ എക്സ്പ്രസ്. ടീച്ചർ എന്നോട് കടന്നിരിക്കാൻ പറഞ്ഞില്ല. ടീച്ചറിൻ്റെ സ്റ്റുഡൻ്റാണ് ഞാൻ. ആ വാത്സല്യം എന്നോട് കാണിക്കണം. വരൂ, ഇരിക്കൂ. ഒറ്റയ്ക്കേ വന്നുള്ളൂ? അതെ. ഭർത്താവ്? സോറി. വീട്ടിലാരൊക്കെ ഉണ്ട്? ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ്. 3 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. 6 മാസം മുൻപ് അച്ഛനും. ഓ. എന്താണ് കവിതയിൽ നിന്നും കഥയിലേക്ക് മാറിയത്? മാറിയില്ലല്ലോ. എന്നും കവിതയാണ് എൻ്റെ ലഹരി. പിന്നെ ഈ കഥ, ഇതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ലോ, സംഭവിക്കുന്നതല്ലേ. അതെ, എങ്കിലും ഒരു സ്പാർക്ക് എന്നൊക്കെ പറയില്ലേ, അതെങ്ങനെയായിരുന്നു? എന്നെ വേദനിപ്പിക്കുകയും വേട്ടയാടുകയും ചെയ്ത കുറേ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. ആ നിമിഷങ്ങളുടെ ഒരു കടന്നാക്രമണം എന്ന് വേണമെങ്കിൽ പറയാം. സമർപ്പണം. ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് സമർപ്പണം എൻ്റെ ഗുരുനാഥനും സുഹൃത്തുമായിരുന്ന പ്രിയപ്പെട്ട അച്ഛനും ഒടുങ്ങാത്ത നൊമ്പരങ്ങൾ ഉണർത്തി കടന്നുപോയ ആത്മസഖികൾക്കും. അതെ, ഇതവരുടെ കഥയാണ്. ഈ കഥ എൻ്റെ ഒരു രഹസ്യമായിരുന്നു. എഴുതി പൂർത്തിയാക്കിയിട്ടും മറ്റാരെങ്കിലും അത് കാണിക്കാൻ നാണവും ഭയവുമായിരുന്നു. അതുകൊണ്ട് ആരും കാണാതെ ഒരിടത്ത് സൂക്ഷിച്ചു വെച്ചു. ഒരിക്കൽ അച്ഛൻ കണ്ടെടുത്ത് വായിച്ചു. കളിയാക്കുമെന്നാണ് കരുതിയത്. വായിച്ചു കഴിഞ്ഞ് കുറേ നേരം ഒന്നും മിണ്ടാതെ എന്നെ തന്നെ നോക്കിയിരുന്നു. പിന്നെ എൻ്റെ കൈവിരലുകളിൽ ചുംബിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അതായിരുന്നു എനിക്ക് ലഭിച്ച ഏറ്റവും വിലയുള്ള അംഗീകാരം. നിങ്ങളിലെ കവിയുടെ വളർച്ചയുടെ മുഴുവൻ ക്രെഡിറ്റും അച്ഛനായിരുന്നു അല്ലേ? അതെ. വേട്ടയാടുന്ന നിമിഷങ്ങളെന്ന് പറഞ്ഞല്ലോ, മൊത്തം സാഹിത്യ ജീവിതത്തിൽ അതെങ്ങനെ പ്രതിഫലിച്ചു ഒന്ന് പറയാം, പ്രത്യേകിച്ചും ഈ നോവലിൽ? പറയാം. ജനിച്ചതും വളർന്നതും എൻ്റെ ഗ്രാമത്തിലാണ്. പ്രകൃതി അന്നും ഇന്നും എൻ്റെ അത്ഭുതമാണ്. കുന്നുകളും മലകളും നിറഞ്ഞതായിരുന്നു ഞങ്ങളുടെ ഗ്രാമം. അവിടെയായിരുന്നു എൻ്റെ ബാല്യവും കൗമാരവും. കുന്നിൻ മുകളിലെ ഉദയങ്ങളും അസ്തമയങ്ങളും കണ്ടാണ് ഞാൻ വളർന്നത്. പൊന്നരഞ്ഞാണം പോലെ തിളങ്ങുന്ന പുഴ എൻ്റെ ആഹ്ലാദമായിരുന്നു. അച്ഛന് സംഗീതത്തിൽ വലിയ കമ്പമായിരുന്നു. സംഗീത സാന്ദ്രമായ എത്രയെത്ര സന്ധ്യകളാണ് ഞങ്ങൾ അവിടെ ചിലവിട്ടത്. പിന്നീട് അച്ഛൻ്റെ ഉദ്യോഗം സംബന്ധിച്ച് ഞങ്ങൾക്ക് അവിടം വിടേണ്ടി വന്നു. നഗരം എനിക്കൊരിക്കലും ആശ്വാസം തന്നിരുന്നില്ല. പക്ഷേ ജോലി സംബന്ധമായി എനിക്കും അവിടെ തന്നെ തുടരേണ്ടി വന്നു. എന്നും അച്ഛനായിരുന്നു ആത്മസുഹൃത്ത്. പിന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു വിമലയും സീതയും. എന്നെ ഒട്ടും മനസ്സിലാകാത്ത ആളായിരുന്നു ശ്രീയേട്ടൻ. ശ്രീയേട്ടനെ എനിക്കും മനസ്സിലായിരുന്നില്ല. എന്നത്തെയും ആശ്വാസം കവിതയുടെ നോവുമായി വന്നെത്തുന്ന അതിഥികളായിരുന്നു. പാമ്പു കടിച്ച മുല കടഞ്ഞ് അമ്മ
നിൻ ചുണ്ടത്തറിവു ചുരത്തുന്നതെങ്ങനെ? വേല കിട്ടാതെ വിയർക്കുന്നൊരച്ഛന്റെ വേദനയുണ്ടു വളരുന്നതെങ്ങനെ? രോഗദാരിദ്ര്യ ജരാനരാപീഡകൾ ബാധിച്ചുഴന്ന് മരിക്കുന്നതെങ്ങനെ? അറ്റുതെറിച്ച പെരുവിരൽ, പ്രജ്ഞതൻ ഗർഭത്തിലെ കണ്ണുപൊട്ടിയ വാക്കുകൾ, ചക്രവേഗങ്ങൾ ചതച്ച പാദങ്ങളാൽ പിച്ചതെണ്ടാൻ പോയ ബുദ്ധസ്മരണകൾ, രക്തക്കളങ്ങളിൽ കങ്കാള കേളിക്കു കൊട്ടിപ്പൊളിഞ്ഞ കിനാവിൻ പെരുമ്പറ, ഇഷ്ടദാനം നിനക്കേകുവാൻ വയ്യ, എന്റെ ദുഷ്ടജന്മത്തിന്റെ ശിഷ്ടമുണ്ടിത്രയും. നിത്യേന കുറ്റമായി മാറുന്ന ജീവിത തൃഷ്ണകൾ മാത്രം നിനക്കെന്റെ പൈതൃകം. അക്ഷരമാല പഠിച്ച് ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ? പാതിരാത്രിയാണ്, ചുറ്റുപാട് മാന്യന്മാരായ ആൾക്കാർ താമസിക്കുന്നുണ്ട്, അവർക്ക് ഉറങ്ങണം. ഇതൊന്നും തന്തയ്ക്കും മോൾക്കൊരു വിചാരമില്ല. ശ്രീനിക്കും ചേർന്നൂടെ അവരുടെ കൂടെ? അതിനെനിക്ക് വട്ടില്ലല്ലോ. കവിത പാടുന്ന വട്ടാണോ? അതല്ല വിമലേ, കവിത നല്ല കാര്യം തന്നെയാ, എനിക്കിഷ്ടമാണ്. ഒരു കവിത എഴുതി പത്രത്തിന് കൊടുത്താൽ 10-200 രൂപയും കിട്ടും, വേണ്ട പ്രശസ്തിയും കിട്ടും. ഇതാണോ? ചുമ്മാ തൊണ്ട കയറി പാടുന്നു മനുഷ്യനെ മെനക്കെടുത്താൻ. വിമല ഒരു കാര്യം ആലോചിച്ച് നോക്ക്. ഇപ്പം ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ അസൂയാൻ തോന്നും, പക്ഷെ അല്ല, ഞാനായതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് അവളെ ചെറുപ്പത്തിലേ അറിയാം. എന്നാലും ഈ കഥയെന്നും കവിതയെന്നും പറഞ്ഞ് രാത്രിയും പകലും ഓരോരുത്തർ വന്നുകൊണ്ടിരുന്ന നാട്ടുകാരെന്ത് പറയും? നാട്ടുകാരെന്ത് പറയും? വിമലയ്ക്ക് അറിയാഞ്ഞിട്ടാ. ഇപ്പൊ ഉദാഹരണത്തിന് വിമല സുന്ദരിയാ. ചിരിക്കണ്ട, മുഖസ്തുതിയല്ല, സുന്ദരി തന്നെയാ. വിമലയാണെങ്കിൽ തനിച്ച് താമസിക്കുന്നു. എനിക്ക് വിമലയോട് ഒരു സിമ്പതി. എന്തിനാ, സ്നേഹം തന്നെ കൂട്ടിക്കോളൂ. വേണമെങ്കിൽ ഇപ്പം നമുക്ക് രണ്ടുപേർക്കും അകത്ത് കയറിയിരുന്ന് എന്തെങ്കിലും വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കാം. പക്ഷേ ഞാനത് ചെയ്യില്ല. അതാണ് മാന്യത, കൾച്ചർ. മോനുറങ്ങി, ഞാൻ കൊണ്ട് കിടത്തട്ടെ? കിടത്തിട്ട് വാ. ഉറക്കം വരുന്നില്ലെങ്കിൽ നമുക്ക് വല്ലതും പറഞ്ഞോണ്ടിരിക്കാം. ഉറങ്ങട്ടെ, നാളെ 1-2 കേസുള്ളതാ. ഓക്കെ. ശ്രീയേട്ടാ, എന്ത് പണിയാ ശ്രീയേട്ടൻ കാണിച്ചത്? ഞാൻ എന്താ കാണിച്ചത്? ബാലുവിന് എന്ത് തോന്നി കാണും? ബാലു പാടിക്കൊണ്ടിരുന്നപ്പോഴല്ലേ ശ്രീയേട്ടൻ എഴുന്നേറ്റ് പോന്നത്? 1-2 ആണെങ്കിൽ സഹിക്കാം. ഇനി ഉണ്ടോ പാടിത്തീരാൻ? വാ, നമുക്ക് ആരും കഴിക്കാം. ഇപ്പോഴോ? എനിക്ക് വേണ്ട, അർദ്ധരാത്രിക്കല്ല അത്താഴം. ശ്രീയേട്ടാ, 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 കഴിക്കുന്നില്ലെങ്കിൽ വെറുതെ വന്നിരിക്കെങ്കിലും ചെയ്തൂടെ? ബാലു എന്ത് വിചാരിക്കും? നശിച്ച ബാലു, അവൻ എന്ത് വിചാരിച്ച എനിക്കെന്താ? അവൻ എന്റെ ആരാ? ശ്രീയേട്ടാ, ശ്രീയേട്ടാ, ചെന്ന് കൂടെ ഇരുന്ന് വാരി കൊടുക്ക്. അതിനല്ലേ ക്ഷണിച്ച് വരുത്തിയിരിക്കുന്നത്. എനിക്ക് വേറെ ജോലിയുണ്ട്. ഇതിനൊക്കെ കൂട്ടു വെക്കുന്ന എന്നെ വേണം തല്ലാൻ. ശ്രീയേട്ടാ, രാജിയാ പറഞ്ഞത്, പോകരുത്. എനിക്കൊരു തെറ്റേ പറ്റിയിട്ടുള്ളൂ. കുട്ടിക്കാലത്ത് ഇവളെ അവനും ചേർത്ത് കളിതമാശ പറഞ്ഞപ്പോ ഞാൻ വിലകിയില്ല. എന്റെ ഓപ്പോളുടെ വയറ്റിൽ ഇങ്ങനൊരു പോത്തം വന്ന് പിറന്നൂല്ലോ ഈശ്വര. അച്ഛാ, ഞാൻ പറയും, വേറെ ആരോടുമല്ലല്ലോ, ബാലുവിനോടല്ലേ. മോനെ, ഇവളെ ഞാൻ വളർത്തിയത് ഇവളുടെ ഇഷ്ടത്തിനാ, ഇവക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത് തന്നെ. ചെറിയ പിണക്കങ്ങളൊക്കെ ഒരു രസമല്ലേ സാർ? പിന്നെ രാജിക്ക് ജീവിതവും ആശ്വാസമൊക്കെ ആയിട്ട് കവിതയുണ്ടല്ലോ. പിന്നെ വിവാഹം, അതൊരു ഫിസിയോളജിക്കൽ നെസസിറ്റി, അത്രേ ഉള്ളൂ. ബാലു, എടോ വേണ്ട, പറഞ്ഞു താൻ അധികമാവുന്നുണ്ട്.